പ്രഭാഷണത്തിൽ നമ്മൾ പറയുകയുണ്ടായി. പക്ഷെ എന്നെ കണ്ടാൽ എന്ന് പറഞ്ഞ ആ കാഴ്ച എന്ത്? മൻ റആനി എന്ന് പറയുമ്പോൾ മൻ അത് ഒമൂമുണ്ട്. റആനി എന്ന് പറഞ്ഞത് ഫിഅലുണ്ട് അവിടെ. ഫഖദ് റആനി എന്നുള്ളൊരു ജവാബുണ്ട്. ഈ റആനി എന്ന് പറഞ്ഞ ശർത്തിയായ ഫിഅല്, ആ ഫിഅല് എങ്ങനെ കണ്ടാൽ? ഇതാണ് നമ്മുടെ ചർച്ച. ആ ചർച്ചയിൽ ഇമ്മത്തിന് ഇഖ്തിലാഫുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇഖ്തിലാഫ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്? ഇഖ്തിലാഫ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം, 1-2 ഉദാഹരണങ്ങൾ പറയാം. അൽ വസീലത്തുൽ അഹ്മദിയ്യയിൽ പറയാം, അതിന്റെ 1-ാം വാല്യം 151-ാമത്തെ പേജിൽ പറയാം. ലാക്കിൻ ഹൽ യുസ്തറതു ഖൗലുൽ മർഇ അലാ മാ സബഖ മിൻ ഖിലഖിഹി ഫി ശമാഇൽ ഔ മുത്ലഖൻ. ഈ സ്വപ്നത്തിൽ കാണപ്പെടുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരപ്രകൃതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട രൂപത്തിലാവണോ അതോ മുത്തലഖൻ നിരുപാധികമായിട്ട് ആണോ? ആയാൽ മതിയോ? ഫീഹി ഖിലാഫുൻ. അതിൽ അഭിപ്രായ വ്യത്യാസം എല്ലാമല്ല പറയുന്നത്. ഫീഹി ഖിലാഫുൻ, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കമാ ഫിൽ മവാഹിബി, മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ അൽ മവാഹിബുൽ ലദുന്നിയയിൽ ഉള്ളതുപോലെ. ഇത് രണ്ടാമതൊരു ഉത്തരം നോക്കൂ. വഖാലൽ ആരിഫു ബില്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറ ഫീ കിതാബിഹി ബഹ്ജത്തുൻ നുഫൂസ് ശർഹി മുഖ്തസരിഹി ലിസഹീഹിൽ ബുഖാരി. അൽ-ആരിഫു ബില്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറ റളിയല്ലാഹു തആല അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നു, വഖ്തലഫൽ ഉലമാഉ ഫീ ഹാദാ, ഈ വിഷയത്തിൽ ഉലമാക്കൾ വ്യത്യസ്ത അഭിപ്രായക്കാരായിരിക്കുന്നു. ഈ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് നമ്മൾ പ്രസംഗത്തിൽ പറഞ്ഞാൽ, അഇമ്മത്തുകളുടെ അഭിപ്രായത്തിൽ ഇവിടെ ഇഖ്തിലാഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശക്കിൽ നിന്ന് യഖീനിൽ നിന്ന് ശക്കിലേക്ക് നയിക്കലാകുക? ആലിമ് ചെയ്യേണ്ടത് യഖീനിൽ നിന്ന് ശക്കിലേക്ക് ചെയ്യലാവരുത്, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് കൊണ്ടുപോകണം. അതും ഇത് തമ്മിൽ എന്താ ബന്ധം? ബഹുമാനപ്പെട്ട ഇമാം ശഅറാനി റളിയല്ലാഹു തആല അൻഹു അൽ മീസാനുൽ കുബ്ര എന്ന് പറഞ്ഞ കിതാബുണ്ട്. ആ കിതാബിൽ കാണാം വഖ്തലഫു ഉലമാക്കൾ ഇന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ചിലപ്പോൾ കാണാം വത്തഫഖു, ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. ഇത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം ഉണ്ട് എന്ന് പറയുന്നതും ഏകോപിച്ച കാര്യം ഏകോപിച്ചു എന്ന് പറയുന്നതും അതെങ്ങനെയാണ് യഖീനിൽ നിന്ന് ശക്കിലേക്ക് നയിക്കലാവുക? ശക്കിൽ നിന്ന് യഖീനിലേക്ക് നയിക്കുന്ന പണ്ഡിതനിലേക്കാണ് നീ ചെന്നിരിക്കേണ്ടത് എന്ന ഹദീസിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്ന് രേഖപ്പെടുത്തിയത് ഒന്ന് ഉയർത്തി കാണിക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ വിഷയം പഠിക്കാൻ വേണ്ടി പറയണം. എന്നൊക്കെയുള്ള ഒട്ടനേകം ഇബാറത്തുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഇത്തഫഖൽ ഉലമാഉ ഫീഹി എന്നോ വഹാദാ മുത്തഫഖുൻ അലൈഹി ബൈനൽ ഉലമാഇ എന്നോ രേഖപ്പെടുത്തിയ ഒരു ഇബാറത്ത് ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? ഞാൻ പറയുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയാനുള്ള ക്വാളിറ്റി ഉള്ള ആളുകൾ പറയണം. അന്തരീക്ഷത്തോട് വെടിവെക്കൽ ഒന്നും വലിയ അത്ഭുതമുള്ള കാര്യമല്ല. പറയേണ്ട ആളുകൾ പറയട്ടെ, പ്രാമാണികർ പറയട്ടെ, പ്രാസംഗികരല്ല പറയേണ്ടത്, പ്രാമാണിക അഇമ്മത്തുകൾ രേഖപ്പെടുത്തട്ടെ. അപ്പോ നമുക്ക് നോക്കാം. അപ്പൊ ചുരുക്കത്തിൽ അഇമ്മത്തിന്റെ ഇഖ്തിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങള്, അതൊക്കെ എന്തെന്നെയാണ്? ഒരു ദീനിനെങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ എന്ന് ചോദിക്കുന്നത് വഹാബിയുടെ ശൈലിയാണ്. പണ്ട് നാട്ടുകുസ്താദിനോട് ചോദിച്ചു, ഒരു ദീനല്ലേ നമ്മുടേത്, പിന്നെന്തിനാ 4 മദ്ഹബ്? അതിന് നാട്ടുകുസ്താദ് പറഞ്ഞ മറുപടി തന്നെ നമുക്കും പറയാനുള്ളത്. ഒരു മേശയ്ക്ക് എന്തിനാ 4 കാല്? ഒരു മേശക്ക് 1 കാല് പോലെ.
അപ്പൊ ഈ 4 മദ്ഹബുമാണ് ദീനിനെ നിലനിർത്തുന്നത്. അപ്പൊ ഒരു മേശക്ക് 4 കാല് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യമാണ്, എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ആൾക്കാരൊക്കെ ശക്കിലേക്ക് പോകൂലേ, ആൾക്കാർ ഉറപ്പൊക്കെ പോകൂലേ, എന്നിട്ട് അവരൊക്കെ സംശയാലുക്കളായി മാറൂലേ? നമുക്കൊക്കെ ഇത് ഇന്ന് ഈ ഉലമാക്കളുടെ ഈ ചർച്ചകളും ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദീനിനോട് ഹബീബിനോട് മനസ്സുകൊണ്ട് അടുക്കാനുള്ള ഒരു ത്വരയാണ് വളർന്നു വരുന്നത്, അല്ലാതെ അകലാനുള്ള ഒരു കാര്യമല്ല വരുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ അഭിപ്രായങ്ങളുണ്ട്. നബിയോട് യോജിച്ച ഏത് രൂപത്തിലും നബി തങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാം സ്വപ്നത്തില്. അത് ഇബ്ലീസിന്റെ കോലത്തിലാവൂല, നബിയോട് യോജിക്കാത്ത രൂപത്തിലുമാകില്ല എന്ന് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഇബ്ലീസിന്റെ കോലത്തിൽ തന്നെ വന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറയുമോ? പറയില്ലേ? അത് പറയില്ല, അങ്ങനെ പോലും പറയില്ല എന്ന് രേഖപ്പെടുത്തിയ, ബാഹ്യമായിട്ട് അങ്ങനെ മനസ്സിലാക്കുന്ന, ലാഹിർ പ്രകാരം അങ്ങനെ മനസ്സിലാക്കുന്ന ഇബാറത്ത് അൽ കൗസറുൽ ജാരിയിൽ നിന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു. നമ്മളതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മൾ അയിമ്മത്തിന്റെ ഇഖ്തിലാഫായിട്ട് നിലനിർത്തുക എന്നുള്ള ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. അത് നമ്മളായിട്ട് ഒന്നിനെ ബലപ്പെടുത്താനോ നമ്മളായിട്ട് അവയെ സംയോജിപ്പിക്കുവാനോ പോവാതെ, അതിൽ ആരൊക്കെ ബലപ്പെടുത്തിയോ ആരൊക്കെ സംയോജിപ്പിച്ചോ എന്നതിന്റെ പരിശോധനയിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വയം മുജ്തഹിദാകല്ല. അങ്ങനെ ചില ആളുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോ അങ്ങനെ വരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വരാം എന്ന് പറഞ്ഞ ഇബാറത്ത് ഇപ്പുറത്തുണ്ട്. അതാണ് തരീഖത്ത് മുഹമ്മദിയയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളായ അൽ വസീലത്തുൽ അഹമ്മദിയയിലും അൽ ബരീഖത്തുൽ മഹ്മൂദിയയിലും ഉള്ളത് എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്താണ് അതിൽ പറഞ്ഞത്? കഴിഞ്ഞ പ്രഭാഷണത്തിൽ അത് പറഞ്ഞു. എന്താണ് ആ 2 ഇതിലും ഉള്ളത്? അലാ അന്ന ശൈത്താന ഖാദിറുൻ അൻ യഖൂല ലിൽ ഇൻസാൻ